യെസ്, ജാക്ക് എന്ന് പറഞ്ഞ ഒരു തെലുങ്കു സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്ന ജാക്ക്. ഇതൊരു അണ്ടർ കവർ സ്പൈ ഏജൻറ്റ് അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് അവതരിപ്പിക്കുന്നത്. സിനിമ എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദുരന്തം പടമെന്ന് ഞാൻ പറയും. അമ്മാതിരി എടുത്ത് വെച്ചിരുന്നൊരു സിനിമ. ഇതെന്തിനു വേണ്ടി എടുത്താണ് ഇപ്പം ഞാൻ ചിന്തിക്കുന്ന ഈ ഒരു കാര്യം. അത്രയ്ക്ക് ദുരന്തം ഈ ഒരു പടം. പ്രകാശത്തെ കൊണ്ടാട്ട പടത്തിനകത്ത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ സീക്വൻസ് മാത്രം കുറച്ച് കൊള്ളാം. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു രീതിക്കും കണ്ടിരിക്കാൻ വേണ്ടി പോലും പറ്റാത്തൊരു പടം. എന്തിനാണ് ഇങ്ങനൊരു സിനിമ ഇടുന്നപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. ഇതൊക്കെ ആരാണ് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. ഒന്നുമില്ല സിനിമയ്ക്കകത്ത്, ഒന്നും വെച്ചാൽ ഒരു കാര്യമില്ല പടത്തിനകത്ത്. വെറുതെ എന്തൊക്കെയോ ഒരു 2-2.5 മണിക്കൂർ ഇങ്ങനെ കാണിച്ച് വെച്ച് ഇങ്ങനെ പോണൊരു പടം. പിന്നെ പ്രകാശത്തിനെ കാണിക്കാൻ മാത്രം ആ ഒരു ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളൊരു ഹീറോ അല്ലേ എന്നുള്ളൊരു കാര്യം വെച്ച് അത് നമുക്കിരുന്ന് കാണാം. അത് മാത്രമുണ്ട് പടത്തിനകത്ത്. ആ ഒരു സീക്വൻസ്. നായകൻ ഭയങ്കര കൊമേഡിയാണ് ഈ പടത്തിനകത്ത്. ഒരുപാട് ഫണ്ണും കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്നു. മൊത്തം ഒരു ചളിയാണ്. ഒരു നിലവാരമില്ലാതെ കുറേ കോമഡിയും കുറേ സീക്വൻസുകളും. പിന്നെ വില്ലന്മാരൊക്കെ ഉണ്ട്. നായകൻ വെടിവെച്ച് അപ്പൻ ചാവണം എന്ന് പറഞ്ഞു വരുന്ന വില്ലന്മാർ. ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വില്ലൻ പോലും ഇല്ല ഈ പടത്തിനകത്ത്. ഈ കാപ്പാൻ എന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടോ സൂര്യയുടെ. ഞാൻ കയറി ഏറ്റവും വലിയ ഒരു ദുരന്തം പടം ഏജൻറ്റ് ഇരിക്കണൊക്കെ അതായിരിക്കും ഞാൻ കരുതിയത്. ഇതൊന്നും ഒന്നുമല്ല. ഇതാണ് പടം. ദുരന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂലോക ദുരന്തം പടം. 2-2.5 മണിക്കൂർ ഈ സിനിമയൊക്കെ തിയേറ്ററിൽ പോരുന്ന കണ്ട ആൾക്കാരെയൊക്കെ സമ്മതിക്കണം. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന കണ്ടതാണ് പിന്നെ ആലോചിക്കുന്നു. ആ ഒരു കാര്യം വെച്ച് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എന്ന് വെച്ചാൽ ഒന്നുമില്ല പടത്തിനകത്ത്. വെറുതെ ഒരു ടൈം പാസും നേരം പോക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ സംതിങ് കാണിച്ചു പോകുന്നൊരു പടം. ഇതൊക്കെ തിയേറ്ററിൽ പോരുന്ന കണ്ട ആൾക്കാരുടെ സമ്മതിക്കണം. പിന്നെ അത് മാത്രമല്ല, ഈ സ്ക്രിപ്റ്റ് എഴുതി ഇങ്ങനൊരു സിനിമ തയ്യാറാക്കിയ റൈറ്റർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ ഇത് നിർമ്മിച്ച അവരെ സമ്മതിച്ചു കൊടുക്കണം. ഇത്രയും സിനിമയെ കൊണ്ട് പൈസയൊക്കെ മുടക്കി. അതുകൊണ്ട് ഒന്നുമില്ലാത്തൊരു ദുരന്തം പടമാണ് ഈ ജാക്ക് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ദയവച്ച് ഇതാരും വെച്ച് കാണാൻ വേണ്ടി ശ്രമിക്കരുത്. ഞാൻ തന്നെ സ്പീഡ് കൂട്ടിയിട്ട് കണ്ടിട്ട് പിന്നെ അടിച്ചടിച്ച് കളയേണ്ട അവസ്ഥ വന്നു. അങ്ങനെയാണ് ഈ പടം കണ്ടത്. ഇതാണ് ജാക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ. വേറെ ഒന്നും എനിക്ക് പറഞ്ഞില്ല. അത്രയ്ക്കൊരു ദുരന്തം പടം. ഈ അണ്ടർ കവർ സ്പൈ അങ്ങനെ കാറ്റഗറി വന്നതിൽ ഏറ്റവും വലിയൊരു ബോംബാണ് ഈ പടം. അതുകൊണ്ട് ആരും ഇത് വെച്ച് കാണാൻ വേണ്ടി ശ്രമിക്കരുത്. ഇത്ര എനിക്ക് പറയാനുള്ളൂ.